സഞ്ചാരികളുടെ ഇഷ്ടയിടമാണ് കിഴക്കിൻ്റെ വെനീസ് എന്ന ആലപ്പുഴ. ദിനംപ്രതി ആയിരക്കണക്കിന് സഞ്ചാരികൾ എത്തുന്ന കേന്ദ്രം. അതുകൊണ്ട് തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് വിദേശികൾ ചികിത്സ തേടിയെത്തുന്നതും പതിവാണ്. അവരെല്ലാം ചികിത്സ കഴിഞ്ഞ് മടങ്ങാറുമുണ്ട്. പക്ഷേ ഇക്കുറി സ്ഥിതി മറിച്ചാണ്. ഇത് ഇംഗ്ലണ്ട് സ്വദേശി ജാക്ക് സ്മിത്ത് എന്ന 80-കാരൻ. പല രാജ്യങ്ങൾ സന്ദർശിച്ച് അവസാനം കുട്ടനാടൻ സൗന്ദര്യം ആസ്വദിക്കാൻ ആലപ്പുഴയിലെത്തി. KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെ വീണ് പരിക്കേറ്റു. നാട്ടുകാർ ജാക്ക് സ്മിത്തിനെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അത്യാഹിത വിഭാഗത്തിലെ ആദ്യ ചികിത്സാകാലത്ത് തന്നെ ആലപ്പുഴയിലെ ഡോക്ടർമാരുടെയും ആശുപത്രി ജീവനക്കാരുടെയും ആതിഥ്യ മര്യാദ അദ്ദേഹം അനുഭവിച്ചറിഞ്ഞു. ബ്രിട്ടീഷ് പൗരനാണ്. അദ്ദേഹത്തിന് നമ്മൾ അപ്പോൾ തന്നെ വേണ്ട ചികിത്സകളെല്ലാം കൊടുത്തു. ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലായിരുന്നു കുറച്ച് ദിവസം. ഇപ്പോൾ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഭക്ഷണമൊക്കെ ഫ്രൂട്ട് ജ്യൂസ്, ബർഗർ അതൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതെല്ലാം നമ്മളിപ്പോൾ തൽക്കാലം ഹോസ്പിറ്റൽ ഫണ്ടിൽ നിന്ന് വാങ്ങി കൊടുക്കുകയാണ്. കൂട്ടത്തിൽ ആരും ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ നമ്മുടെ ഡോക്ടർമാരും നഴ്സുമാരും ബാക്കി അറ്റൻഡേഴ്സ്, ഹൗസ് സർജൻസ് അവരെല്ലാം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത്യാഹിത വിഭാഗത്തിൽ നിന്ന് നേരെ എത്തിച്ചത് 14-ാം വാർഡിൽ. മറ്റു രോഗികളുടെ ശല്യമുണ്ടാകാതിരിക്കാൻ കട്ടിലിനു ചുറ്റും പ്രത്യേക സംവിധാനമൊരുക്കി അതിഥിയെ പരിചരിക്കുകയാണ് ഡോക്ടർമാരും നഴ്സുമാരും അടക്കമുള്ള ആശുപത്രി ജീവനക്കാർ. മരുന്നുകൾ കൃത്യമായി നൽകുന്നതിനൊപ്പം ബർഗറും പഴച്ചാറും അടക്കമുള്ള ഇഷ്ടഭക്ഷണവും ഇവർ അദ്ദേഹത്തിന് വാങ്ങി നൽകുന്നു. അതും സ്വന്തം പോക്കറ്റിൽ നിന്നുള്ള പണം ഉപയോഗിച്ച്. തീർത്തും അവശനാണെന്ന് ജാക്ക് സ്മിത്ത്. പലപ്പോഴും പറയുന്ന കാര്യങ്ങളിൽ പോലും വ്യക്തതയില്ല. ഏപ്രിൽ മാസം അവസാനം വരെ ഇന്ത്യയിൽ താമസിക്കുന്നതിനുള്ള വിസ ജാക്ക് സ്മിത്തിനുണ്ട്. പക്ഷേ അതിനുശേഷം എന്തു ചെയ്യണമെന്നറിയാതെ കുഴയുകയാണ് ആശുപത്രി അധികൃതർ. ആതിഥ്യ മര്യാദയുടെ മധുരം നുകർന്ന ജാക്ക് സ്മിത്തിനെ കൂടുതൽ കാലം ആശുപത്രിയിൽ പാർപ്പിക്കുവാനും സംവിധാനങ്ങൾ അനുവദിക്കുന്നില്ല. എങ്കിലും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർ സ്നേഹത്തോടെ അദ്ദേഹത്തെ പരിചരിക്കുന്നു. ഇഷ്ടഭക്ഷണങ്ങൾ സമ്മാനിക്കുന്നു. സ്വന്തം വീട്ടിലെ കാരണവരോടെന്ന പോലെ. ക്യാമറമാൻ രാഹുൽ കൃഷ്ണയ്ക്കൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.